ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ടൈം മാനേജ്മെൻറ്റും എത്ര പേജസിൽ ആൻസേഴ്സ് എഴുതണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്നൊരു പ്രോസസ്സ് ചെയ്യാൻ പോവാണ് എന്നൊരു സീരിയസ്നെസ് വേണം. ടൈം മാനേജ് ചെയ്താണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. സോ എൻ്റെ കയ്യിൽ അതിനൊരു വാച്ച് വേണം. പിന്നെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നോർമലി ഞാൻ എക്സാം എഴുതുന്നതിനേക്കാളും സീരിയസ് ആയിട്ടാണ് എഴുതാൻ പോണത്. കാരണം എനിക്ക് ടൈം മാനേജ് ചെയ്തേ പറ്റൂ എന്നൊരു സീരിയസ് ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ തുടങ്ങാൻ. അതല്ലാതെ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിലേക്ക് കടക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. സീരിയസ് ആയിട്ട് തന്നെ ഇരിക്കാം. ഇനി ഞാനൊന്ന് ഇത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ഏകദേശം എന്നുള്ളൊരു കണക്കിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ 10 പേരിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ അവർ 10 രീതിയിലായിരിക്കും എഴുതുക. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കുറേ സമയം ഇരുന്ന് ആലോചിച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടും ഉള്ളൊരു ടൈമിംഗാണ് ഞാനിവിടെ പറയാൻ പോണേ. അപ്പം നിങ്ങളുടെ ഒരു സ്റ്റൈലായിട്ട് ഇത് സെറ്റായി പോവോ എന്നൊന്ന് നിങ്ങളൊന്ന് നോക്കാം. നിങ്ങളൊന്ന് ട്രയൽ നോക്കണം. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവോ എന്ന് നിങ്ങൾ നോക്കാം. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾക്ക് നമ്മുടെ ടൈം അറിയുന്ന പോലെ വേറെ ആർക്കും പറഞ്ഞു തരാൻ അറിയില്ല. നമ്മളുടെ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ അക്ഷരങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ എഴുതുന്ന സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ ഇച്ചിരി എഴുതിയിട്ട് നല്ല മാർക്സ് മേടിക്കുന്നവരുണ്ടാവും, ചിലർ ഒരുപാട് എഴുതും. സോ പല സ്റ്റൈലിലുള്ള ആളുകളാണ് എക്സാം എഴുതാൻ പോണത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാൽക്കുലേഷൻ വേണം, അത് ഓർക്കാം. പിന്നെ നിങ്ങളാണ് പ്രൈമറി ഐഡിയ ചെയ്യേണ്ട ആളുകൾ. ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡറി ആണ്. ഞാൻ പറയുന്നത് ഒരു സജഷൻ, ആ ഒരു ഇതിലെടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ആദ്യം തന്നെ നിങ്ങൾ ഓർക്കുക, 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കാനുള്ള ചാൻസ് കിട്ടണത്. ആ സമയത്ത് നിങ്ങൾ വേറെ അടുത്തിരിക്കുന്ന കൂട്ടുകാരനെ സഹായിക്കാനും കൂട്ടുകാരിനെ സഹായിക്കാനും മറ്റേ 1 2 3 ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമയം പോവോടെ, നിങ്ങളുടെ ടൈം പോവാണ്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലോക്കിൽ 2.5 മണിക്കൂറും പ്ലസ് ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്നുള്ളത് ഷാർപ്പാണ്, ഒരു ഇതുമില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു 10 to 11 ഇയേഴ്സ് ബാക്ക് ഞാൻ ഈ എക്സാം എഴുതിയ ആളാണ്. 10 ഇയേഴ്സ് ബാക്ക്. പിന്നെ ഞാൻ ഈ പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചൊരു 10 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും നാളിൽ മനസ്സിലായ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറയണത് കേട്ടോ. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനെ സഹായിക്കാൻ പോകുമ്പോഴാണ് അവിടെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ ടൈം ഫ്രൂട്ട്ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യണം. ആ ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ആ ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. എഴുതി തുടങ്ങരുത്. ടീച്ചർ പറയും എഴുതി തുടങ്ങിയല്ലോ, ആരാ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതണേ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്താണ്. നമ്മളിപ്പോൾ എഴുതി തുടങ്ങണ്ട, നിങ്ങൾ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആദ്യം തന്നെ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇംഗ്ലീഷ് എക്സാം തന്നെയല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ അതൊന്നുകൂടി വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, യെസ് ഇത് ഞാൻ പഠിച്ചതാണല്ലോ, എനിക്കിത് എഴുതാൻ പറ്റും. ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ് എഴുതാൻ പറ്റാതിരിക്കും. ഇംഗ്ലീഷ് എന്തായാലും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റാണ് അല്ലേ. നമ്മൾക്ക് സമ്മറി പിന്നെ നമ്മൾ ഈ പറയുന്ന വീഡിയോസും ഒക്കെ കണ്ടു പോകുന്നവരാണ്. നമുക്ക് എഴുതാൻ പറ്റില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്, എഴുതാൻ എന്തായാലും പറ്റും. ആദ്യം ചിലപ്പോൾ കുറച്ച് ടഫായിരിക്കും, ബട്ട് പതുക്കെ അത് റെഡി ആയിട്ട് നമുക്ക് വരും. ഇനി നോക്കാം, 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം കിട്ടുമ്പോൾ അതിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ആദ്യത്തെ ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാൻ കൊടുക്കണം. അതായത് റീഡ് ദ പാസേജ് എന്ന് പറഞ്ഞിട്ട് 4, അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മളുടെ പാഠത്തിൽ ഏതെങ്കിലും ഒരു പാഠത്തിൽ നിന്നുള്ള പാസേജ് വായിച്ചിട്ട് 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള ഒരു പോയംന്ന് 4 ചോദ്യം, ഒരു പോയട്രിയുടെ സ്റ്റാൻസ് തന്നിട്ട് അതിൽ നിന്ന് ഉത്തരം എഴുതാനും ഉണ്ടാവും. ഇത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, സമ്മറി പഠിച്ച് പോകണം. സമ്മറി പഠിച്ച് പോയാൽ ചിലപ്പോൾ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. ടെക്സ്റ്റ് വായിക്കുന്ന ആൾക്കാണ് ഏത് ചാപ്റ്റർ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുക, പോയിംസും വായിക്കുക, ഇരുന്ന് വായിക്കുക. അത് അത്രേ ഉള്ളൂ. അതിൽ വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് വായിക്കുക, നമ്മുടെ ടെക്സ്റ്റ് അല്ലേ, ധൈര്യമായിട്ട് വായിക്കുക, എന്നിട്ട് എഴുതുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കൂൾ ഓഫ് ടൈമിൽ ഉള്ള ആ ഒരു 15 മിനിറ്റിൽ 5 മിനിറ്റിൽ നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾ ഡീറ്റെയിൽഡായിട്ട് വായിക്കാൻ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് 10 മിനിറ്റ് ബാക്കിയുണ്ടാവും, അതിൽ നിങ്ങൾക്ക് ബാക്കി ചോദ്യങ്ങൾ വായിക്കാം. അപ്പോൾ ആദ്യം ഈ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ആ 2 പാസേജുകളും, ആദ്യത്തെ 1 തുടങ്ങി 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഒരു പാസേജും ഉണ്ടാവും, പോയട്രിയുടെ ആ ഒരു പാസേജും ഉണ്ടാവുമല്ലോ, 2 പാസേജുകളുണ്ടാവും. ഇത് നിങ്ങൾ ആ ഒരു 5 മിനിറ്റിനകത്ത് വായിച്ച് തീർക്കാൻ നോക്കാം. കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. ഈ കോപ്പി അടിക്കലും കൂട്ടുകാരനെ സഹായിക്കലും ചെയ്ത് നിങ്ങളുടെ ടൈം കാൽക്കുലേഷനിൽ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ എന്നുള്ളത് ഫോക്കസ് ചെയ്യാം. ഇനി നോക്കാം, എക്സാം ടോട്ടൽ 2.5 മണിക്കൂർ നമുക്കറിയാം. വാച്ച് വേണം, സ്മാർട്ട് വാച്ച് ഒന്നും വേണ്ട, സാധാരണ ഒരു വാച്ച് കെട്ടിയിട്ട് പോവുക.
ഓക്കെ, വാച്ച് കെട്ടണം, മസ്റ്റ്. വാച്ച് ഇല്ലാത്തവരാണെങ്കിലും വാച്ച് വാങ്ങിക്കുക, കെട്ടുക. കൂട്ടുകാരനോട് സമയം ചോദിക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് വാച്ച് വേണം, ഒരു ഡൗട്ടും ഇല്ല. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 28 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 28 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 28 ചോദ്യങ്ങൾ. ഓക്കെ, യെസ്. ഇനി നോക്കേണ്ടത് ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരം എഴുതണം. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതാനുണ്ടാവുക, ഒരു വാക്കൊക്കെ ആയിരിക്കും എഴുതാനുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ അത്ര എഴുതിയാൽ മതി. ആദ്യത്തെ 1 തുടങ്ങി 8 വരെയുള്ള ചോദ്യങ്ങൾ ഒരു സെൻറ്റൻസ് എഴുതാം. ഓക്കെ, പിന്നെ മാക്സിമം അപ് ടു ദ പോയിൻ്റ് കൃത്യം ആൻസറിലേക്ക് തന്നെ എഴുതാൻ നോക്കുക. പോയട്രി ആരെഴുതി, ആരാണ് ഈ ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ്, ഈ ചാപ്റ്ററിൻ്റെ ഓത്തർ ആരാണ്, പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ അപ്പോൾ ആദ്യത്തെ ആ ഒരു എന്താ പറയുക, കൂൾ ഓഫ് ടൈമിൻ്റെ 5 മിനിറ്റ് നമ്മൾ എടുത്തിട്ടാണ് ഈ ചോദ്യങ്ങൾ വായിക്കുന്നത്. എക്സാം തുടങ്ങി കഴിയുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, സോ അതെടുത്ത് എഴുതാം. അവിടെ നിങ്ങൾക്ക് 8 ചോദ്യങ്ങൾ എഴുതാനായിട്ട് ആദ്യമേ നിങ്ങൾ കൂൾ ഓഫ് ടൈം ഇതിനു വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും. 8 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 5 മിനിറ്റ്സിൽ ആൻസർ ചെയ്യാൻ പറ്റും, ഷുവർ. പോട്ടെ, 5 മിനിറ്റൊക്കെ കുറവാണെന്നൊരു ഐഡിയ ആണെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് 8 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് മാക്സിമം 7 മിനിറ്റ്സ് എടുക്കും. 7 മിനിറ്റ്സ്. ഇനി നെക്സ്റ്റ് വൺ, പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് 1 വേർഡാണ്, ഒരു സെൻറ്റൻസ് ആണ്, ടു ദ പോയിൻ്റ് ആയിട്ട് എഴുതാം. പിന്നെ നോക്കിക്കേ, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാനിവിടെ എഴുതിയേക്കുന്നത് നോക്കുക. ഫസ്റ്റ് 5 മിനിറ്റ്സിൽ 1 മുതൽ 8 വരെ ഉള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണം, മാക്സിമം 7 മിനിറ്റ് എടുക്കുക. അതാണ് ഇവിടെ എഴുതിയേക്കണേ. ഒരു സെൻറ്റൻസ് എഴുതാം, അല്ലെങ്കിൽ ഒരു വാക്കിൽ എഴുതാം, ടു ദ പോയിൻ്റ് ആയിട്ട് എഴുതാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1 മാർക്കിൻ്റെ ചോദ്യത്തിന് ഏതൊരാളും എത്ര അടിപൊളിയായിട്ട് എഴുതിയാലും 1 മാർക്കേ കിട്ടുള്ളൂ. ഓക്കെ, യെസ്, അത് ഓർക്കാം. ഇനി നിങ്ങൾ നോക്കുക, 9 മുതൽ 12ാമത്തെ ചോദ്യം വരെയുള്ള ചോദ്യങ്ങൾ. അതിൽ 9, 10, 11, 12 4 ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. എല്ലാവരും എന്ത് ചെയ്യും? ഇതെല്ലാം എനിക്കറിയണേ, ഞാൻ എല്ലാം എഴുതും. അങ്ങനെ ചെയ്താൽ നമ്മുടെ ടൈം പോവും. ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഏതാണെന്ന് മനസ്സിലാവുമല്ലോ, അതെടുത്ത് എഴുതാം. ഏറ്റവും നന്നായിട്ട് പോയിന്റ്സ് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് 3 എണ്ണം എടുത്ത് എഴുതണം. നമുക്ക് 4 എനിക്കിത് നന്നായിട്ട് അറിയണേ, പക്ഷെ നിങ്ങൾക്ക് അവിടെ കിട്ടില്ല മാർക്ക്. എല്ലാത്തിൻ്റെ ഉത്തരം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കിട്ടില്ല, കാരണം നിങ്ങളുടെ ടൈം പോവുകയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ആൻസർ എനി 3 എന്ന് പറയുന്നത് എനി 3 തന്നെ ആൻസർ ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കൃത്യം നമ്പർ ഓഫ് ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും അത് ബേസിസിലാണ് ഈ 2.5 മണിക്കൂർ. അല്ലാണ്ട് എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതാൻ 2.5 മണിക്കൂറിന് തികയില്ല, ഷുവർ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ചോദ്യത്തിൽ ആൻസർ എനി 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 3 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചെയ്യുക. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 10 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന 2 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ എഴുതാനായിട്ട് എടുക്കാവുന്നത്. അപ്പോൾ ഈ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 2 സെൻറ്റൻസസ്, കൂടിപ്പോയാൽ 3 സെൻറ്റൻസിൽ നിർത്തിക്കൊള്ളണം. എത്ര നന്നായിട്ട് പഠിച്ച ആൻസർ ആണെങ്കിലും ശരി, 2 മാർക്കിൻ്റെ ചോദ്യമാണോ 2 അല്ലെങ്കിൽ 3 സെൻറ്റൻസസിൽ നിർത്തണം. എന്നെ ഓർക്കുക, ആ സമയത്ത് നിങ്ങൾ വേറെ പിന്നെ ടീച്ചർ പലതും പറയും, ഞാൻ 8 മാർക്കിൻ്റെ പഠിച്ചേക്കണതാണ്, ഈ 2 മാർക്ക് ചോദിച്ചാൽ ഞാൻ 8 മാർക്കിൻ്റെ എഴുതിയിട്ടേ പോവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തന്നെ എന്നെ ഓർക്കുക, ഓക്കെ അന്ന് മാം പറഞ്ഞത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ എന്നുള്ളത് ഓർക്കുക. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഓർക്കണം. അവിടെ വേറെ ഒന്നുമില്ല, അവിടെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതെ ഓർക്കും, നിങ്ങൾ ഓർക്കണം. ഇനി നോക്കുക, അടുത്തത് 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം. ഇവിടെയാണ് നമ്മുടെ ടൈം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നതും എല്ലാവരുടെയും സമയം പോണതും ഇവിടെയാണ്. അതായത് നമ്മൾ അറിയപ്പോലുമില്ല, സമയം പോയിക്കൊണ്ടേയിരിക്കും, പെട്ടെന്ന് സമയം പോകുന്ന സമയമാണ് ഇത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടൈം അവിടെ മാനേജ് ചെയ്യും. നോക്കാം, 13 മുതൽ 19 വരെ എനി 5 ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നും. അതായത് ഒരു 3/4 പേജ് അല്ലെങ്കിൽ 1 പേജ് മാക്സിമം. ഒരു പേജിലേക്ക് ഒന്നും നിങ്ങൾ 4 മാർക്കിൻ്റെ എത്തിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. ഒരു 3/4 പേജ് എഴുതിയാൽ മതി. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 3/4 പേജ് വെച്ച് എഴുതാം. ഇനി നിങ്ങൾക്ക് എഴുതിയ ഫ്ലോയിൽ അങ്ങോട്ട് ഞാൻ കുറേ എഴുതിപ്പോയി എന്നൊന്നും പറഞ്ഞേക്കരുത്. 1 പേജ് ആകുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടുക, നിർത്തുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കുക, 20 മുതൽ 25ാമത്തെ ചോദ്യം, അതിൽ ഏതെങ്കിലും 5 എണ്ണം. അതായത് ഔട്ട് ഓഫ് 6, 20 തുടങ്ങി 25 എന്ന് പറയുമ്പോൾ 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 5 എണ്ണം എഴുതിയാൽ മതി. 6ഉം അറിയാം, ഞാൻ 6 എഴുതിയിട്ടേ പോളൂ, അങ്ങനെയില്ല, 5 എണ്ണം മതി.
ഷുവറാണ് 5 ഇതെഴുതാൻ നിങ്ങൾക്ക് 50 മിനിറ്റ്സേ ഉള്ളൂ. ഇവിടെയാണ് ടൈം പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ഓർത്ത് വെക്കുക. കഴിഞ്ഞ എക്സാമിന് നമ്മൾ എഴുതി വന്നു. 4 മാർക്കിൻ്റെ ചോദ്യം എഴുതിയപ്പോൾ കുഴപ്പമില്ല, ക്ലോക്ക് നോക്കിയപ്പോൾ ഒരുപാട് സമയം കിടക്കുന്നു. 5 മാർക്കിൻ്റെ, അതായത് 5 മാർക്കിൻ്റെ അല്ല, ഈ 6 മാർക്കിൻ്റെ എഴുതി വന്നപ്പോഴാണ് ടൈം പോയിക്കൊണ്ടിരുന്നത് അല്ലേ? കാരണം 4 മാർക്കിൻ്റെ ചോദ്യവും 5 എഴുതണം, 6 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ 5 അറ്റംപ്റ്റ് ചെയ്യണം. നിങ്ങൾ ആ 6 മാർക്കിൻ്റെ ചോദ്യം 5 അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു 3 ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കും ഇനി എത്ര എഴുതാണ്ട്, ഇനി എത്ര എഴുതാണ്ട്. ആ ഒരു റഷ് വരുന്നത് അവിടെയാണ്. സോ ഓർക്കുക, നമ്മൾ 5 എഴുതുമ്പോൾ, അതായത് ഈ 6 മാർക്കിൻ്റെ 5 എഴുതുമ്പോൾ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. അവിടെ ഒരു 50 മിനിറ്റ്, ഒരു ചോദ്യത്തിന് ഒരു 1.25 പേജ് മാക്സിമം 1.25 പേജ്, കൂടുതലൊന്നും വേണ്ട, 1.25 പേജ് മാക്സിമം. അങ്ങനെയാണ് ഈ 5 6 മാർക്കിൻ്റെ ചോദ്യം മാനേജ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ശരിക്കും മാനേജ് ചെയ്യണം. ഓക്കെ, ഇത് ശരിക്കും മാനേജ് ചെയ്യണം. ഇതാണ് ശ്രദ്ധിച്ച് മാനേജ് ചെയ്യേണ്ട പാർട്ട്. പിന്നെ നമ്മൾക്ക് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ 26 മുതൽ 28 വരെ, അതായത് 3 ചോദ്യങ്ങളുണ്ട്. അതിലേതെങ്കിലും 2 എസ്സേ ആൻസർ ചെയ്യുക. ഒരു എസ്സേക്ക് 8 മാർക്ക്. 40 മിനിറ്റ്സ് ടോട്ടൽ എസ്സേ ഫുൾ എഴുതാൻ തരാം. ഒരു എസ്സേ 20 മിനിറ്റിൽ തീർക്കാൻ നോക്കണം. അതായത് 2 പേജ് എഴുതാം, അല്ലെങ്കിൽ 2.5 പേജ്, കൂടിപ്പോയാൽ 2 ആണ്, ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ഒരു 2.25 2.5യിലേക്ക് കടന്നാലും പ്രശ്നമില്ല. എസ്സേ ആണത്. ഓക്കെ, എസ്സേ ഒക്കെ അത്യാവശ്യം നന്നായി പഠിച്ചവരാണെങ്കിൽ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നോക്കുക, എന്തായാലും 2 പേജ് വേണം, കൂടിപ്പോയാൽ 2.25 2.5, അതിൽ നിർത്തിക്കും. ഇതാണ് റഫായിട്ടുള്ള എൻ്റെ ഒരു കുറേ നേരത്തെ ഹാർഡ് വർക്കിന് ശേഷമുള്ള ഒരു പ്ലാൻ. സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വർക്കൗട്ട് ആവേണ്ടതാണ്. പിന്നെ ഓർക്കുക, നിങ്ങൾ എഴുതുമ്പോൾ ഇത് ആണ് എനിക്കൊരു ഐഡിയ, എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പക്ഷേ ഇതിനേക്കാൾ അടിപൊളി ബെറ്റർ പ്ലാൻസ് ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളത് അപ്ലൈ ചെയ്തോ, ഒരു പ്രശ്നമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാക്ടീസും ചെയ്ത് നോക്കിയിട്ട് പോയിക്കോ. വേണമെങ്കിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, പിന്നെ നിങ്ങൾ മെയിൻലി ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇത്രേ ഉള്ളൂ, സമയം കളയരുത്. 2.5 മണിക്കൂർ ഉള്ളപ്പോൾ 2.5 മണിക്കൂർ നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കണം. സമയം കളയരുത്. സമയം കളയല്ലേ, അതാണ് മെയിൻലി ഓർക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യുക, എക്സാമിൻ്റെ ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കും. കുറച്ച് സമയം ഫ്രണ്ട്സിനെ സഹായിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും. കുറേ സമയം നമ്മൾ ഈ എന്താ പറയുക, റെസ്റ്റ് എടുക്കും. ഒന്ന് ഉറങ്ങട്ടെ, ഉറങ്ങിയിട്ട് ബാക്കി എഴുതാം. അതൊന്നും ചെയ്തേക്കരുത്, ഉറങ്ങിയിട്ട് ബാക്കി എഴുതാം. പിന്നെ നമ്മളില്ലേ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. ഒരറിയാത്തൊരു ക്വസ്റ്റ്യനിൽ ഒരു വാക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ സമയം ആലോചിച്ചിരിക്കും. അയ്യോ, അതൊക്കെ ഭയങ്കര മണ്ടത്തരം, നമ്മുടെ സമയം പോകുന്നതാണത്. അത് നമ്മളില്ലേ സമയം മാനേജ് ചെയ്യാൻ ആദ്യം ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ? സമയം കളയാണ്ടിരിക്കണം. സമയം കളയാതെ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ച് ഇടയ്ക്ക് നിങ്ങളൊരു ഇച്ചിരി റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയിക്കോട്ടോ. വെള്ളമൊക്കെ നിങ്ങൾ കൂട്ടുകാരിൽ നിന്ന് മേടിക്കേണ്ട. വെള്ളം നിങ്ങൾ കൊണ്ടുപോവുക, നമ്മുടെ വീട്ടിൽ വെള്ളമില്ലേ, കൊണ്ടുപോവുക, കുടിക്കുക, ഇടയ്ക്ക് കുടിക്കണം. എക്സാം എഴുതുമ്പോൾ കുടിക്കുക, എന്നിട്ട് വെള്ളം കൂടി മാത്രമാവരുത്, ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ മതി. പിന്നെ നിങ്ങൾ അങ്ങോട്ട് എഴുതുക, പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതുക. പക്ഷെ ഓവറായിട്ട് എഴുതി നിങ്ങളിത് സമയം വേസ്റ്റ് ആക്കരുത്. എസ്സേ ആദ്യം എഴുതണം എന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ട്. 8 മാർക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ എക്സാം എഴുതിയപ്പോൾ അത് എഴുതി ഒരു എസ്സേ എഴുതിയതിൻ്റെ ആ ഒരു ഫ്ലോയിൽ എഴുതി, ആ 2 എസ്സേ മാത്രമേ എഴുതിയുള്ളൂ എന്ന്. പക്ഷെ ഭാഗ്യത്തിന് പാസ്സായി എന്നും പറയുന്നുണ്ട്. അത് അറിയില്ല, അത് എന്നെ 2 എസ്സേ എഴുതി കഴിഞ്ഞാൽ പാസ്സാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ആ എസ്സേ നല്ല ഭംഗിയായി വൃത്തിയായി എഴുതി, അതുകൊണ്ട് പാസ്സായി എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ 2 എസ്സേ എഴുതി കഴിഞ്ഞാൽ പാസ്സാവും എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട് കേട്ടോ, അത്രയും മാത്രം എഴുതിയാൽ. പക്ഷെ എഴുതിയത് നല്ല വൃത്തിയിൽ എഴുതി. അതുകൊണ്ട് ഞാൻ പറയണേ, നമ്മൾ എസ്സേ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ചോദ്യം തീർക്കാൻ പറ്റും എന്നൊന്നുമില്ല. ആദ്യം എസ്സേ എഴുതി തുടങ്ങണം എന്നൊരു നിർബന്ധവുമില്ല. മറ്റേതുപോലെ തന്നെ എഴുതിയാൽ മതി. പക്ഷേ എല്ലാം ഒന്ന് എഴുതണം. നിങ്ങൾ ടൈം കളയരുത്. എല്ലാം എഴുതുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ എനി 3 എന്ന് പറയുന്നിടത്ത് എല്ലാം എഴുതരുത്. മണ്ടത്തരമാണത് നമ്മൾ കാണിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ, നമ്മളിപ്പോൾ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. എക്സാം എഴുതാൻ പോകുമ്പോൾ ടെൻഷൻസ്, വറീസ്, എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങൾ ഒക്കെ നമ്മളുടെ എക്സാമിൻ്റെ മീനിങ് വരും. ഇപ്പോൾ എൻ്റെ ബ്രദർ +2 അക്കൗണ്ടിങ് എക്സാം CBSE ആയിരുന്നു. എക്സാം എഴുതാൻ പോയ സമയത്ത് ആൾക്ക് വോമിറ്റിംഗ് വന്നു. എക്സാമിൻ്റെ ഇടയ്ക്ക് വോമിറ്റിംഗ് വന്നു. ഭയങ്കര പ്രശ്നം, ആൾക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പുള്ളി അക്കൗണ്ടിങ്ങിന് ടോപ്പറായിരുന്നു. ട്രോഫിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറയട്ടെ,
എൻ്റെ മീനിങ് ഇതാണ്. നിങ്ങൾക്കൊരു വിഷമം എക്സാമിൻ്റെ സമയത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉയ്യോ എല്ലാം പോയി എന്ന് വിചാരിക്കരുത് കേട്ടോ. അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർ ഉണ്ടാവും, അത് ഉറപ്പാണ് എനിക്ക്. എനിക്കിങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. എക്സാമിൻ്റെ സമയത്ത് ഞാനൊരു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് സാർ അഡീഷണൽ ഷീറ്റ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരുന്നു. ആ സാറ് തന്നുകൊണ്ടിരുന്ന പേപ്പേഴ്സ് എല്ലാം ഞാൻ എൻ്റെ പേപ്പർ എഴുതി തീർന്നേക്ക് മുമ്പേ മേടിച്ച് അതിലെഴുതി തുടങ്ങും. അത്രയ്ക്കും ഞാൻ വിഷമിച്ചിരുന്നാണ് എക്സാം എഴുതിയത്. എനിക്ക് വയ്യാതിരുന്നതുകൊണ്ട് എനിക്കൊട്ടും അങ്ങോട്ട് മൈൻഡ് കറക്റ്റായി വരുന്നില്ല. സാറ് തരുന്ന അഡീഷണൽ ഷീറ്റ്സിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കും. പിന്നെയാണ് എക്സാമിൻ്റെ പേപ്പർ ലാസ്റ്റ് കെട്ടി വെക്കേണ്ട സമയത്താണ് ഞാൻ ഓർത്തത്, ഞാൻ ആവശ്യമില്ലാതെ അഡീഷണൽ ഷീറ്റിൽ എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. സാറ് കൊണ്ടുവരുന്നു, ഞാനത് വെച്ച് എഴുതുന്നു. ഒരു അഡീഷണൽ ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഓൾറെഡി എഴുതിക്കൊണ്ടിരിക്കുന്ന പേജ് തീരുമ്പോഴാണ്. പക്ഷേ എൻ്റെ ആ സമയത്ത് സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അത്രയ്ക്കും എനിക്ക് വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഇതും ഫോൺ വിളിച്ച് അമ്മേനെ വിളിച്ച് ഭയങ്കര കരച്ചിൽ. അയ്യോ ഞാൻ ഇതിന് തോക്കും എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, തോറ്റോട്ടെ, അത് സാരമില്ല, വയ്യാതിരുന്നിട്ടല്ലേ, അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇതിന് A+ ഉണ്ടായിരുന്നു. ഞാൻ ഉറപ്പായിട്ട് A+ കിട്ടുമെന്ന് വിചാരിച്ച സബ്ജക്റ്റിന് Aയോ Bയോ എന്താണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം എക്സാമിൻ്റെ സമയത്ത് നമ്മളുടെ കുറ്റം കൊണ്ടല്ല, എന്തെങ്കിലും ഒരു വിഷമം നമ്മുടെ ഇതിനും വരികയാണെങ്കിൽ അത് നിങ്ങൾ ടയർഡ് ആവരുത്, സങ്കടപ്പെടരുത്. ദാറ്റ്സ് നോർമൽ. അത് നോർമലാണ്. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്തെങ്കിലും വിഷമം നമ്മളറിയാതെ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നാലും അത് നിങ്ങളങ്ങോട്ട് എന്താ പറയുക, അധികം സങ്കടപ്പെടാതെ കരയാതെ അത് നോർമലായിട്ട് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ ഭാഗമാണ്. എക്സാം എഴുതുമ്പോൾ ലൈഫ് ഫുൾ സെറ്റായിട്ട് അങ്ങനെയല്ല. ഇതിലൊരു ചിലപ്പോൾ നമ്മുടെ ചില പരീക്ഷകളിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് വരും. ഒരു മനുഷ്യൻ എഴുതുന്ന എല്ലാ എക്സാംസും പെർഫെക്റ്റ് ആവണമെന്നില്ല. ചില എക്സാംസിൽ ചില പരീക്ഷണങ്ങൾ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും ഗ്രേറ്റ്, നമ്മുടെ അടിപൊളി റിസൾട്ട് എന്നുള്ള രീതിയിൽ വരാൻ പോണേ. സോ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വന്നാൽ നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോട് മെയിൻലി പറയാനുള്ള വേറൊരു കാര്യം. ഇത്രയേ ഉള്ളൂ. എനിക്കിനിയും നിങ്ങളെല്ലാവരും എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. കമൻറ്റ് അനുസരിച്ച് ഞാൻ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക. നിങ്ങളുടെ രീതിയിൽ ഇതൊക്കെ ഒന്ന് ടൈമൊന്ന് അറേഞ്ച് ചെയ്ത് മാനേജ് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാം. എക്സാം ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് ഒരുപാട് ടൈം കിട്ടുന്നില്ല എക്സാം എഴുതുമ്പോൾ എന്നൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സമയം ക്ലോക്കിൻ്റെ അതായത് വാച്ചിൻ്റെ ടൈം ഒന്ന് കയറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂട്ടി വയ്ക്കാം. എക്സാം ഹാളിൽ കയറുന്നതിനൊക്കെ മുമ്പ് ഒരു 5 മിനിറ്റ് കയറ്റി വയ്ക്കാം. എന്നിട്ട് എഴുതി നോക്കിക്കേ, നിങ്ങൾക്ക് കൃത്യം സമയത്തിനുള്ളിൽ സംഭവം തീർക്കാൻ പറ്റും. അതായത് നിങ്ങൾ വാച്ചിൻ്റെ ടൈം ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൃത്യം ടൈമിനുള്ളിൽ നിങ്ങളുടെ എഴുതി തരും. കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽ ടൈമിലേക്ക് എത്താനായിട്ട് നമുക്ക് കുറച്ച് ടൈം പെൻഡിങ്ങിൽ വരും. സോ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് അവിടെ കറക്റ്റായിട്ട് നടക്കും. ഓക്കെ, ഒരു 5 മിനിറ്റ് വാച്ച് ഒന്ന് കയറ്റി വയ്ക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വരും പിന്നെ ഞാൻ അതിനെപ്പറ്റി അലേർട്ടായിരിക്കും 5 മിനിറ്റ് കയറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള ചിന്തിക്കുക ഒന്നുമില്ല. നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. നിങ്ങൾ 5 മിനിറ്റ് ഒന്ന് കയറ്റി വെച്ചു എന്ന് കരുതി അവിടെ ഒന്നും നിങ്ങൾക്ക് നഷ്ടമാവില്ല. നിങ്ങൾക്ക് ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ഷുവറാണത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പറയാൻ. ഇതെല്ലാം എൻ്റെ സജഷൻസാണ്. ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല രീതിയിൽ വേറെ രീതികൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.